Hello guys, it's me Reshma. Welcome back to my YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ട്രൈപോഡിന്റെ റിവ്യൂ ആണ്. അപ്പോൾ ഞാൻ ട്രൈപോഡ് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ട്രൈപോഡ്. ഞാനിത് ഓൾറെഡി കുറച്ച് നാളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രൈപോഡാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്ന കവറൊക്കെ സംഭവം എല്ലാം പോയിട്ടുണ്ട്. പക്ഷെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ട്രൈപോഡാണ് കേട്ടോ. വീഡിയോസ് എടുക്കാനാണെങ്കിലും ഫോട്ടോസ് എടുക്കാനാണെങ്കിലും നമുക്ക് വേറൊരു സ്റ്റാൻഡ് പോകേണ്ട ആവശ്യമേ ഇല്ല. നമുക്ക് വളരെ ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു ട്രൈപോഡ് തന്നെയാണിത്. ഇത് വന്നിട്ട് 200 താഴെ ഉണ്ട്, 200 മേളിലുണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. അപ്പൊ ഞാൻ ഇതിന്റെ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും എങ്ങനെ ഇതിന്റെ പാർട്സ് ഒക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാവേ. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഇതിന് കൂടെ നമുക്ക് ചാർജർ കൂടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിന്റെ ചാർജർ. ഇത് വന്നിട്ട് ഫസ്റ്റ് ഇന്ന് നമുക്ക് ചാർജർ കുത്തിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് നോക്കാം സ്റ്റാർട്ടിങ്. അപ്പൊ ഇത് ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മളിങ്ങനെ ചാർജർ കുത്തി വെക്കേണ്ടത്. ഒരു വശം വെച്ചിട്ട് ഇങ്ങനെ കുത്തി വെക്കാം. കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ ഇതില് ചാർജ് കയറ്റുന്നത്. എന്നിട്ട് ഇത് നമ്മുടെ ചാർജറിന്റെ ആ ഒരു സംഭവം അതിലോട്ടാണ് ഇത് കണക്ട് ചെയ്ത് വെക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സെറ്റ് ബോക്സിലോ അങ്ങനെയുള്ളതിലൊക്കെ നമുക്കിത് ചാർജ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ചാർജ് ചെയ്യുന്ന സംഭവം. പിന്നെ നമുക്ക് ഇത് വന്നിട്ട് ഒരു സംഭവമാണ്. ഇത് നമ്മുടെ ഇങ്ങനെ തിരിക്കാനും ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റും. അപ്പൊ നമുക്ക് നേരെയാണ് ഫോൺ വെക്കുന്നതെങ്കിൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ സ്റ്റാൻഡ് വെക്കണം. പിന്നെ നമ്മൾ ഇങ്ങനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് ഫോൺ വെക്കുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ വേണം. അങ്ങനെ വെക്കുമ്പോഴാണെങ്കിൽ ഇത് ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഈ സംഭവം ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇത് രണ്ടും ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് വെച്ചു കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ ഫോൺ ഇതിലും അറേഞ്ച് ചെയ്ത് വെക്കേണ്ടത്. ഈ സംഭവം ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെ അടച്ചു വെക്കാനും പറ്റുമേ അത്. എന്നിട്ട് നേരെ ഇങ്ങനെ അടച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ സംഭവം സെറ്റ് ആക്കിയിരുന്നോളും. അപ്പൊ ഇങ്ങനെയാണ് ഓപ്പൺ ആക്കുന്നത്. പിന്നെ പറയാനാണെങ്കിൽ ഇത് ഇങ്ങനെ ഇത്രയും ഇങ്ങനെ വലിച്ചു നീട്ടിയെടുത്താലും നമുക്ക് ഇത്രയും ഹൈയില് നമുക്ക് വെക്കാൻ പറ്റും. ഇത്രയും ഉയരമുണ്ട് കേട്ടോ. ഈ സ്റ്റാൻഡിന് ഇത്ര ഉയരമുണ്ട്. പിന്നെ ഇതിങ്ങനെ താത്തിയും വെക്കാനായിട്ട് പറ്റും. പിന്നെ പറയാനാണെങ്കിൽ ഇതിന്റെ സ്റ്റാൻഡാണ്, അടിപൊളി സ്റ്റാൻഡാണ് കേട്ടോ. കണ്ടല്ലോ, ഈ സ്റ്റാൻഡിൽ നമുക്ക് ഇങ്ങനെ വെക്കാം. വെച്ചിട്ട് എവിടെയാണ് നമ്മൾ വെക്കുന്നത് അവിടെ സ്റ്റാൻഡ് വെച്ചിട്ട് സംഭവം ഇങ്ങനെ പൊക്കിക്കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഫോൺ വെച്ച് റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. എന്നിട്ട് ഇത് ഇങ്ങനെ അടച്ച് എല്ലാ വശവും ഇങ്ങനെ അടച്ച് കൊടുത്താൽ മതി. പിന്നെ പറയാനാണെങ്കിൽ ഇവിടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. മറ്റേ USB ആണ്, ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ടാണ് ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഇത് പൊക്കിയിട്ട് ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തള്ളിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ തന്നെ ഇത് വന്നോളും. ഇത് നമ്മുടെ ഫോണില് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സെൽഫി എന്നും പറഞ്ഞിട്ട് അതിൽ കാണിക്കുക. അതായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി കണക്ട് ആയിക്കോളും. എന്നിട്ട് നമ്മൾ ഇപ്പൊ വീഡിയോ ആണ് എടുക്കുന്നതെങ്കിലും ഫോട്ടോ ആണ് എടുക്കുന്നതെങ്കിലും ഇത് ഈ ഒരു നടുക്കത്തെ ഈ ബട്ടണിൽ പ്രസ് ചെയ്താൽ മതിയാകും. ഇത് മതിയാകും, ഇവിടെ നോക്കി കൊടുത്താൽ മതി. അപ്പോൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കണക്റ്റായി നമുക്ക് വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും എടുക്കാനായിട്ട് പറ്റും. ഇത് തിരികെ ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്ത് സെറ്റാക്കി വെച്ചാൽ മതി. കണ്ടോ, ഇത്രയുള്ളൂ ഇതിന്റെ പരിപാടി. എന്നിട്ട് ഇത് അങ്ങോട്ട് താത്ത. ഇത്രയാണ് പരിപാടി ഉള്ളത്. പിന്നെ ഫോൺ വെക്കാനാണെങ്കിൽ കാണിച്ചു തന്നല്ലോ, അതുപോലെ തന്നെ ഫോൺ വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യും. അടിപൊളി സംഭവമാണ് ഈ ട്രൈപോഡ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ. ഈ ലൈറ്റ് നമുക്ക് രാത്രിയിലൊക്കെയാണ് വീഡിയോസ് എടുക്കുന്നെങ്കിൽ ഫോട്ടോ എടുക്കുന്നെങ്കിൽ ഈ ലൈറ്റ് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇവിടെ പുറകിലായിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇവിടെ ഒരു പ്രസ് ചെയ്യുന്ന സംഭവം ഉണ്ട് കേട്ടോ. അവിടെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ ലൈറ്റ് കാണിക്കുന്നതാണ്. നമുക്ക് ഇങ്ങനെ നെക്കി കൊടുക്കാൻ കൂടിയും കുറഞ്ഞൊക്കെ ഉണ്ട് ആ ലൈറ്റ്. കണ്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ്. ഒത്തിരി അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ട്രൈപോഡ് തന്നെയാണ്. അപ്പോൾ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വേണ്ടവര് അതിൽ കയറി ചെക്കൗട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ആണെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.